ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഇംഗ്ലീഷ് ടോക്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കലഡിയോസ്കോപ്പിലെ ഫസ്റ്റ് പോയമായിട്ടുള്ള ദ ഒഡീസി റിട്ടൺ ബൈ ഹോമറാണ്. ഹോമറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ആൻഷ്യൻ ഗ്രീക്ക് പോയറ്റാണ്. ഗ്രീക്ക് പോയട്രിയിലെ ഏറ്റവും ആൻഷ്യൻ്റ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ്. റൈറ്ററായിട്ടുള്ള ഡാൻറ്റെ അദ്ദേഹത്തിന് വിളിച്ചിരുന്നത് പോയറ്റ്സ് ഓഫ് ഏറിയൻ എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ എപ്പിക് പോയംസ് ആണ് ദ ഇലിയാഡ്, അതുപോലെ തന്നെ ഒഡീസി. ഈ ഒഡീസി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോയം ഓറൽ പോയട്രി രീതിയിലാണ് ഉണ്ടായിരുന്നത്. അതായത് വായ കൊണ്ട് പറഞ്ഞിട്ടുള്ള രീതിയിലാണ് ഓറൽ പോയട്രി, അതറിയാലോ. ആ രീതിയിലായിരുന്നു ഇതിൻ്റെ ഫസ്റ്റ് റിട്ടേൺ ഫോം വന്നിട്ടുള്ളത് 725 ടു 675 BCE ഉള്ളിലാണെന്ന് പറയുന്നുണ്ട്. ഇതിൽ ഒഡീസി എഴുതിയിരിക്കുന്നത് 24 ബുക്സ് ആയിട്ടാണ്. അതിൽ 12,109 ലൈൻസ് ഉണ്ട്. യൂസ് ചെയ്തിരിക്കുന്നത് ഹോമറിക് ഹെക്സാമീറ്റർ അല്ലെങ്കിൽ ഡാക്റ്റിലിക് ഹെക്സാമീറ്റർ എന്നിട്ടുള്ള മീറ്റർ വെച്ചിട്ടാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ആൻഷ്യൻ ഗ്രീക്ക് കൾച്ചറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആദ്യം ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത ആളാണ് ജോർജ് ചാപ്മാൻ. അദ്ദേഹം 1616 ആദ്യമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് പഠിക്കാനുള്ളത് ട്രാൻസ്ലേറ്റ് ചെയ്ത ആൾ A.T. മുറയാണ്. അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് 1919 ഇതിൻ്റെ തീം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രഗിൾസ് ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ഈവിൾസ്, ലോങ്ങിങ്സ്, ഡിസയേഴ്സ്, ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് തീമായി കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ കുറേ മിത്തിക്കൽ ഫിഗേഴ്സിനെ കാണാൻ പറ്റും. ദേവതകൾ, ഗോഡുകൾ, അങ്ങനത്തെ പലതും കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഇതൊരു കോൺവെർസേഷൻ മോഡൽ അല്ലെങ്കിൽ റിക്വസ്റ്റ് ഫോമിലൊക്കെയാണ് ഇത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഈ ഒഡീസിയുടെ ലൈൻസിലേക്ക് പോകുന്നതിന് മുന്നേ ഇതിൻ്റെ ബാക്കിലിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നാണ് ഫസ്റ്റ് പറയാൻ പോകുന്നത്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു വാറാണ്. ആ വാറിൻ്റെ പേരാണ് ട്രോജൻ വാർ. ഈ ട്രോജൻ വാർ നടന്നിരുന്നത് ഗ്രീക്കുകാർക്കും ട്രോയ്ക്കാർക്കും ഇടയിലായിരുന്നു. ഗ്രീക്കുകാർ ട്രോയ്ക്കാരെ അറ്റാക്ക്. അപ്പോൾ ഇതിന് റീസൺ എന്താണ്, ഈ ഒരു വാറിന് റീസൺ എന്താണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഗ്രീക്കിലെ ഒരു സ്ഥലമാണ് സ്പാർട്ട. ആ സ്പാർട്ടയുടെ രാജാവാണ് മെനലസിൻ്റെ വൈഫാണ് ഹെലൻ. അതുപോലെ മെനലസിൻ്റെ ബ്രദറാണ് അഗമെൻമോൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ. ട്രോയ് എന്നുള്ള രാജ്യത്തിലെ ട്രോജൻ കിങ്ങിൻ്റെ സണ്ണാണ് പാരിസ്. ഈ പാരിസ് എന്ത് ചെയ്യുന്നുണ്ട്, മെനലസിൻ്റെ വൈഫായിട്ടുള്ള ഹെലനെ കൂട്ടിയിട്ട് ഒളിച്ചോടി പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് ഗ്രീക്ക് ട്രോയിനെതിരെ വാർ പ്രഖ്യാപിക്കുകയും ആ വാർ നടത്തുകയും ചെയ്യുന്നത്. അപ്പോൾ ആ വാറിന് വേണ്ടി പോകുമ്പോൾ മെനലസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഒഡീസിയേനും ഈ ഒരു വാറിന് പാർട്ട്ണറായിട്ട് വിളിക്കുന്നുണ്ട്. അങ്ങനെ ഈ യുദ്ധത്തിന് പോകുന്നതും അതിനുശേഷം എന്തൊക്കെ നടക്കുന്നു എന്നുള്ള കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു യുദ്ധം എന്ന് പറഞ്ഞ വാർ 20 yearsആണ് യുദ്ധം നടന്നത്. 10 വർഷം യുദ്ധം നീണ്ടു നിന്നു. 10 വർഷമാണ് യുദ്ധം നീണ്ടു നിന്നത്. അതിനുശേഷം ഒഡീസിക്ക് തിരിച്ചു വീട്ടിലെത്താൻ ഒരു 10 വർഷം കൂടി വേണ്ടി വന്നു. അങ്ങനെ ടോട്ടൽ 20 വർഷത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. വാറ് നടന്നത് 10 വർഷവും അതിനുശേഷം ഉള്ള 10 വർഷം ഒഡീസി എങ്ങനെയാണ് ആ 10 വർഷം കൊണ്ട് വീട്ടിലെത്തിയത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ട്രോജൻ വാർ എൻഡ് ആയത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 വർഷം നീണ്ടു നിന്നിരുന്നൊരു വാറായിരുന്നു. ആ സമയത്ത് ഈ ഒരു വാറിൽ ഗ്രീക്ക് ജയിക്കില്ല, അല്ലെങ്കിൽ ട്രോയും ആരും ജയിക്കുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഗ്രീക്കുകാർ എന്ത് ചെയ്തു, ഗ്രീക്ക് സോൾജേഴ്സിനെ നിറച്ചിട്ടുള്ള ഒരു വുഡൻ ഹോഴ്സ് അവർ ആ യുദ്ധഭൂമിയിൽ ഉപേക്ഷിച്ചിട്ട് അവർ തിരിച്ച് അവരുടെ നാട്ടിലേക്ക് പോകാനാണ്. അപ്പോൾ ട്രോജൻസ് വിചാരിച്ചു ഇവരുടെ വേസ്റ്റ് ചെയ്ത് പോയ സാധനമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇവർ ഈ ഒരു വുഡൻ ഹോഴ്സിനെ എടുത്തിട്ട് സ്വന്തം രാജ്യത്തിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെ ട്രോയ്സിൻ്റെ രാജയായ ട്രോജനിലേക്ക് എത്തുമ്പോൾ ഈ വുഡൻ ഹോഴ്സിൻ്റെ ഉള്ളിൽ നിന്നും ഗ്രീക്ക് ആൾക്കാർ പുറത്തിറങ്ങി ആ ട്രോജൻ രാജ്യത്തിലെ എല്ലാവരെയും കൊന്നൊടുക്കുകയാണ്. അങ്ങനെ ഈ ഒരു വാറിൽ ഗ്രീക്കുകാർ ജയിക്കുകയാണ്. ഇതാണ് ട്രോജൻ വാർ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വാർ എൻഡായി. ഇനി ഒഡീസിയും അവൻ്റെ കുറച്ച് അനുയായികളും റിട്ടേൺ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് ഉണ്ടായത് എന്നുള്ളതാണ് നെക്സ്റ്റ് ഒരു കഥ പോലെ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിലെ ഏറ്റവും ആദ്യത്തെ ക്യാരക്ടറാണ് ഒഡീസിയാണ് ഇതിൽ നമ്മളുടെ യുദ്ധത്തിന് പോയിട്ട് തിരിച്ചു വരുന്ന ആൾ. അദ്ദേഹത്തിൻ്റെ വൈഫാണ് പെനലപ്പ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സണ്ണാണ് ടെലിമാക്കസ്. ഇതിൽ കുറേ ഗോഡസിൻ്റെ പേര് വരുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു ഗ്രീക്ക് ഡയറ്റിയാണ് സിയൂസിൻ്റെ 2 മക്കളാണ് മ്യൂസ്, അഥീന. അദ്ദേഹത്തിന് ടോട്ടൽ 9 ഡോട്ടേഴ്സാണുള്ളത്. ഇനി വേറെ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഗോഡുകളാണ് ഗോഡ് ഓഫ് സൺ ഹീലിയസും ഗോഡ് ഓഫ് സീ പൊസീഡണും.
ഈ സീ ഗോഡിൻ്റെ മകനാണ് പോളിഫെമസ്. അതിനും ഇതിലിത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ ഒരു നിംഫിൻ്റെ പേര് വരുന്നുണ്ട്, അതാണ് കാലിപ്സോ. പിന്നെ ഇതിലധികം പറയാത്തൊരു 2 ഗോഡുകളാണ് ഗോഡ് ഹെർമസ്, ഗോഡ് എയിലസ്. ഇത്രയും പേരാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്യാരക്ടേഴ്സ്. ഇനി ഇതിൽ പറയാൻ പോകുന്നത് ആ 10 വർഷക്കാലം എങ്ങനെയായിരുന്നു, ആ 10 വർഷം വാർ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന 10 വർഷം, അദ്ദേഹത്തിൻ്റെ യാത്ര എങ്ങനെയായിരുന്നു, എന്തൊക്കെ ട്രാജഡീസാണ് അതിൽ നടന്നിട്ടുള്ളത്, അതാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അങ്ങനെ ട്രോജൻ വാർ കഴിഞ്ഞിട്ട് ജയിച്ചിട്ട് ഒഡീസിയുടെ അനുയായികൾ കൂടി തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ തിരിച്ചു വരുമ്പോൾ ആദ്യം അവരെത്തുന്ന സ്ഥലമാണ് ട്രിനാഷ്യ പറഞ്ഞു വെച്ചാൽ അത് സൺ ഗോഡിൻ്റെ ഐലാൻഡാണ്. സൺ ഗോഡ് ഹീലിയസ് ആണ്. ഹീലിയസിൻ്റെ ഐലാൻഡാണ് ട്രിനാഷ്യ. അവിടെയാണ് ഫസ്റ്റ് അവർ എത്തിപ്പെടുന്നത്. അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ സൺ ഗോഡിൻ്റെ ഡോട്ടറായിട്ടുള്ള സേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡോട്ടറുണ്ട്. ബ്ലാക്ക് മാജിക്കിനും പോയ്സണും ഒക്കെ പേരുകേട്ട ആളാണ്. അവരുടെ കയ്യിൽ അകപ്പെടുന്നുണ്ട്. അവിടുന്ന് സേഴ്സിൻ്റെ നിന്നും ഇവരെ രക്ഷിക്കുന്ന ഗോഡാണ് ഗോഡ് ഹെർമസ്. അങ്ങനെ അതൊരു ഫസ്റ്റ് ഇൻസിഡൻ്റ് ആണ് അവർ ഐലാൻഡിൽ എത്തിക്കഴിഞ്ഞിട്ട്. അതിനുശേഷം എന്തുണ്ട്, അപ്പോൾ ഹീലിയസിൻ്റെ ഐലാൻഡിലാണ് ഇപ്പോൾ അവർ എത്തിപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന് അവിടെ ആ ഐലാൻഡിൽ അവരുടെ ഇഷ്ടപ്പെട്ട ഒരു 7 ഹേർഡ്സും 7 ഫ്ലോക്സ് ഓഫ് ഷീപ്സും 7 ഗ്രൂപ്പ്, അതായത് 7 ഗ്രൂപ്പ് ഓഫ് ഷീപ്സും അതുപോലെ കാറ്റിൽസും ഒക്കെ ഉണ്ട്. അതൊക്കെ ഹീലിയസ് ഗോഡിൻ്റെ ഫേവറേറ്റ് തിങ്സ് ആണ്. അപ്പോൾ ഇവർ ഈ ഒരു ഐലാൻഡിലേക്ക് വരുമ്പോൾ തന്നെ സൺ ഗോഡ് പറയുന്നുണ്ട്, ഇതെൻ്റെ ഏറ്റവും ഫേവറേറ്റ് തിങ്സ് ആണ്, ഇതിനെ ഒരിക്കലും എന്ത് ചെയ്യരുത്, നിങ്ങൾ അവരേനെ ബുദ്ധിമുട്ടിക്കരുത്, അല്ലെങ്കിൽ അവരേനെ ഉപദ്രവിക്കരുത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സൺ ഗോഡ് അവിടെ നിന്ന് പോവുകയാണ്. സൺ ഗോഡ് പോയതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒഡീസിയുടെ സെർവൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അനുയായികൾ ഗോഡ് അവിടെ നിന്ന് പോയതിന് ശേഷം ഈ ഷീപ്സിനെയും കാറ്റിൽസിനെയൊക്കെ കൊന്ന് അവർ മീറ്റാക്കിയിട്ട് ഭക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടുകൊണ്ട് വന്ന ഹീലിയസിന് എന്ത് പറ്റി, പെട്ടെന്ന് ദേഷ്യം വന്നു. അവൻ സൺ ഗോഡ് സിയൂസ്, ഏറ്റവും വലിയ ദൈവമാണ് സിയൂസിനോട് കംപ്ലൈൻറ്റ് ചെയ്യുകയാണ് ഇവരെക്കുറിച്ചിട്ട്. അതേപോലെ തന്നെ ഒഡീസിയസ് എന്ത് ചെയ്യുന്നുണ്ട്, ഹീലിയസിന് ദേഷ്യം വന്നു എന്ന് കണ്ടപ്പോൾ ഒഡീസി ഈ അനുയായികളെയും കൂട്ടിയിട്ട് ഷിപ്പിൽ യാത്ര പോകാൻ വേഗം അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് ഐലാൻഡിൽ നിന്ന്. അങ്ങനെ അവർ ഷിപ്പിൽ കയറുമ്പോൾ സൺ ഗോഡ് എന്ത് ചെയ്യുന്നുണ്ട്, വലിയൊരു സ്റ്റോം ഉണ്ടാക്കിയിട്ട് അവരുടെ ഷിപ്പ് തകർക്കുന്നുണ്ട്. അങ്ങനെ ആ തകർന്നതിൽ കുറേ സോൾജേഴ്സ് മരിക്കുന്നുണ്ട്. അതിൽ നിന്നും രക്ഷപ്പെട്ട ഒഡീസിയസ് എങ്ങനെയൊക്കെ പാടെയോ സ്വിം ചെയ്തിട്ട് അടുത്തൊരു ഐലാൻഡിലേക്ക് കരകയറുകയാണ്. അവിടെയാണ് ആ ഒരു ഐലാൻഡിൻ്റെ പേരാണ് ഒജീജിയ പറഞ്ഞ ഒരു കാലിപ്സോൻ്റെ ഐലാൻഡാണ്. കാലിപ്സോ പറഞ്ഞു വെച്ചാൽ ഒരു യക്ഷി എന്നൊക്കെ പറയാം, അങ്ങനത്തെ ഒരു കാലിപ്സോ. അപ്പം കാലിപ്സോൻ്റെ ഐലാൻഡിലേക്കാണ് ഒജീജിയയിലാണ് അവിടെ അവർ നെക്സ്റ്റ് എത്തിപ്പെടുന്നത്. ഒജീജിയയിൽ ചെല്ലുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിപ്സോന് ഇദ്ദേഹത്തിന് ഒഡീസിനെ ഭയങ്കര ഇഷ്ടമാവുകയാണ്. അപ്പോൾ അവൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, 7 കൊല്ലത്തോളം അദ്ദേഹത്തിനെ അവിടെ ഇംപ്രസൻ ചെയ്യുകയാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾക്ക് അദ്ദേഹത്തെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് 7 കൊല്ലം അവരെന്നെ അവിടെ ഇംപ്രസൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ കാലിപ്സോയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവനെ സഹായിക്കുന്നത് അഥീനയും സിയൂസും കൂടിയാണ്. അങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ടിട്ട് അവർ നേരെ പിന്നെയും സീയിലേക്ക് പോവാണ്. അങ്ങനെ അവർ ഗോഡ് പൊസീഡനെ കാണുകയാണ്. ഗോഡ് പൊസീഡൻ പറഞ്ഞു വെച്ചാൽ നമ്മളുടെ സീ ഗോഡാണ് കേട്ടോ, കടലിൻ്റെ ദൈവമാണ്, സീ ഗോഡാണ് പൊസീഡൻ. അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ കടലിൽ കൂടെ അവിടുന്ന് ഒജീജിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കടലിൽ കൂടെ പോകുമ്പോൾ ഇവരെ ബന്ദികളാക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനൊരു മകനുണ്ട് പോളിഫെമസ്. അതിനെ 1 ഐഡ് സണ്ണാണ്, ഒറ്റ കണ്ണുള്ള ഒരു സീ മോൺസ്റ്ററാണ് പോളിഫെമസിന്. അപ്പോൾ ഒരാഗ്രഹം ഉദിക്കുകയാണ്, ഈ സോൾജേഴ്സിനെയും ഒഡീസിയനൊക്കെ കൊന്നിട്ട് തിന്നണം എന്നുള്ള ഒരാഗ്രഹം വരികയാണ്. അത് ഇങ്ങനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒഡീസിയസ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പോളിഫെമസിന് ലിക്വർ കൊടുത്തിട്ട് അദ്ദേഹത്തിനെ മയക്കി അദ്ദേഹത്തിനെ ബ്ലൈൻഡാക്കി അവിടുന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. അവിടുന്ന് രക്ഷപ്പെടാൻ കുറച്ച് സഹായിക്കുന്നത് നമ്മുടെ സിയൂസ് ആണ്. അതേപോലെ തന്നെ വേറൊരു ഗോഡുണ്ട്, ഗോഡ് എയിലസ് ആണ് അവർക്ക് വിൻഡ് കൊടുത്തിട്ട്, സ്ട്രോങ് ആയ വിൻഡ് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ആ കടലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഗോഡ്, ചെറിയൊരു ഗോഡ് പറഞ്ഞു ഗോഡ് എയിലസ്. അങ്ങനെയാണ് അദ്ദേഹം രക്ഷപ്പെട്ടു പോവുകയാണ്. അങ്ങനെ ലാസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ സ്ഥലത്ത് എത്തുന്നുണ്ട്.
നമ്മുടെ ഒഡീസിയ ഇത്താക്കയത്തെ രാജാവാണ് കേട്ടോ. ഇത്താക്ക എന്നുള്ള സ്ഥലത്തെ രാജാവാണ്. ലാസ്റ്റ് ഇത്താക്കയിലേക്ക് തിരിച്ച് എത്തുന്നുണ്ട്. അതാണ് ഈ ഒരു കഥയുടെ സ്റ്റോറി. അങ്ങനെ ഈ ഒരു 10 വർഷക്കാലം വാറ് കഴിഞ്ഞിട്ടും ഇദ്ദേഹത്തിന് ഒഡീസിനെ കാണാണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും അതുപോലെ തന്നെ പെനലോപ്പിനും സണ്ണായിട്ടുള്ള ടെലിമാക്കസിനും എന്തുണ്ട്, പല രീതിയിൽ അവിടുത്തെ ഐലാൻഡിൽ അവരുടെ രാജ്യത്തെ ആൾക്കാർ ഇവരേനെ ഇങ്ങനെ ഉപദ്രവിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ പ്രശ്നം വന്നിരുന്ന പെനലോപ്പിനായിരുന്നു. കാരണം നിൻ്റെ ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് പലരും അവളേനെ കല്യാണം കഴിക്കാനും അങ്ങനെ ഉള്ള ആഗ്രഹങ്ങളും കൊണ്ടൊക്കെ വന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ ഭയങ്കര ഹോപ്പൊക്കെ വെടിഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമ്മളുടെ അധീനയാണ് അവിടെ പോയിട്ട് പെനലോപ്പിനോടും ടെലിമാക്കസിനോടും പറയുന്നത്, നിൻ്റെ ഭാര്യ അല്ലെങ്കിൽ നിൻ്റെ അച്ഛൻ ഒരിക്കലും മരിച്ചിട്ടില്ല, അവൻ തിരിച്ചു വരും എന്നുള്ളൊരു ഹോപ്പ് കൊടുക്കുന്ന ആളാണ് അഥേന. അങ്ങനെ 10 വർഷത്തിന് ശേഷം ഇത്രയും ട്രാജഡിയും കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമ്മുടെ ഒഡീസി അവൻ്റെ സ്വന്തം നാട്ടിലെത്തുകയാണ്. ഇതിനെ ഒരു ട്രാജഡിയായി കണക്കാക്കാം. പക്ഷേ ട്രാജഡി എന്ന് പറഞ്ഞാൽ എപ്പോഴും അതിൻ്റെ എൻഡിങ് എന്തായിരിക്കും, ട്രാജിക് എൻഡിങ് ആയിരിക്കും. പക്ഷേ ഇതിലൊരു ഹാപ്പി എൻഡിങ് ആണ് കാണുന്നത്. എന്നാൽ പോലും ഇതിനൊരു ട്രാജഡി ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പിന്നെ ഇതിൽ നമുക്ക് കുറേ മിത്തിക്കൽ ക്യാരക്ടേഴ്സ് കാണാം, അവർ തമ്മിൽ കോൺവെർസേഷൻസ് കാണാം. ഇതൊക്കെയാണ് ഈ ഒരു ഇതിൻ്റെ ഒഡീസി എന്നുള്ള ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ നമുക്കിതിൽ പഠിക്കാനുള്ളത് ആദ്യത്തെ 20 ലൈൻസാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിലെ ആദ്യത്തെ 1 to 4 വരെയുള്ള ലൈൻസിൻ്റെ സമ്മറിയാണ് പറയാൻ പോണത്. അങ്ങനെ നമ്മളുടെ ഓഥർ എന്ത് ചെയ്യുന്നുണ്ട്, ഹോമർ മ്യൂസിനോട് ചോദിക്കുകയാണ്, മ്യൂസെ നിങ്ങൾ പറയൂ, എവിടെയാണ് ഈ ഒരു ട്രോജൻ വാറിൽ ജയിച്ച ഞങ്ങളുടെ ഒഡീസി ഇപ്പോൾ എവിടെയാണ്? അദ്ദേഹം പല മെന്നിനെയും പല സിറ്റീസിനെയും കണ്ടിട്ടുണ്ട്, അദ്ദേഹം പല ആൾക്കാരെയും മെറ്റ് ചെയ്തിട്ടുണ്ട്, പല ആൾക്കാരുടെയും മനസ്സ് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കടലിൽ അദ്ദേഹം കുറേ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം എവിടെയാണ് എന്ന് എന്നോട് പറയൂ എന്ന് മ്യൂസിനോട് റിക്വസ്റ്റ് ചെയ്യാണ് നമ്മുടെ ഹോമർ. ഫസ്റ്റ് 1 to 4 ലൈൻസിലാണ് ഇത് പറയുന്നത്. നെക്സ്റ്റ് 5 to 9 ലൈൻസിൽ എന്താ പറയണമെന്ന് വെച്ചാൽ, നമ്മുടെ ഒഡീസി അദ്ദേഹത്തിൻ്റെ ലൈഫിനേക്കാളും കൂടുതൽ എന്താണ് ശ്രമിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സോൾജേഴ്സിൻ്റെ ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പല കാര്യങ്ങളും അദ്ദേഹം ഈ വരുന്ന വഴിക്ക് അവരുടെ നമ്മുടെ കോംറേഡ്സിൻ്റെ ലൈഫ് സേവ് ചെയ്യാൻ പല കാര്യങ്ങളും ചെയ്തു. പക്ഷെ അവരെന്ത് ചെയ്തു, ഹീലിയസ് ഗോഡിൻ്റെ കാറ്റിൽസിനെയും എല്ലാം തിന്നിട്ട് കഴിച്ചതിന് ശേഷം അവരുടെ ഹീലിയസ് ഗോഡിൻ്റെ അടുത്ത് സൺ ഗോഡിൻ്റെ അടുത്തും പനിഷ്മെൻറ്റ് മേടിക്കുകയാണ് ചെയ്തത് എന്നാണ് പറയണത്. നെക്സ്റ്റ് 10 to 15 ലൈൻസിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സീയൂസിൻ്റെ മകളായിട്ടുള്ള ഗോഡസ് നീ പറയണം, വാറ് തുടങ്ങി അതുപോലെ വാറ് അവസാനിച്ചു, പല ആൾക്കാരും എങ്ങനെയൊക്കെ പാടിയോ എസ്കേപ്പ് ചെയ്തിട്ട് ഇവിടെ എത്തലും കഴിഞ്ഞു, പക്ഷേ ഒഡീസിയസിനെ മാത്രം കാണാനില്ല. അദ്ദേഹത്തിന് വീട്ടിലേക്ക് തിരിച്ചു വരാൻ ഭയങ്കരമായ ആഗ്രഹമുണ്ട്, പക്ഷെ ഒരിക്കലും അയാൾ തിരിച്ചു വന്നിട്ടില്ല. അദ്ദേഹത്തിന് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ മീറ്റ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഇപ്പോൾ എവിടെയാണ് അദ്ദേഹം? കാലിപ്സോ ക്രൂവലായിട്ടുള്ള നിംഫ് കാലിപ്സോ അദ്ദേഹത്തിനെ അവൾക്ക് കല്യാണം കഴിക്കണമെന്നും പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ ഇംപ്രിസൺ ചെയ്തിരിക്കുകയാണ് എന്നുള്ള കാര്യം പറയുകയാണ്. നെക്സ്റ്റ് 16 to 20 ലൈൻസിൽ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ ഇപ്പോൾ സീസൺസ് ചേഞ്ചായി, ഇനി ദൈവങ്ങൾ ഗോഡ് വിചാരിക്കുന്നുണ്ട് ഒഡീസിയസിന് തിരിച്ചു പോകാനുള്ള, ഇത്താക്കയിലേക്ക് തിരിച്ചു പോകാനുള്ള സമയമായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വന്തം പീപ്പിൾസിനെ മീറ്റ് ചെയ്യാനുള്ള സമയമായി എന്ന് എല്ലാ ദൈവങ്ങളും ചിന്തിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ നോക്കുകയാണ്. പക്ഷേ ഗോഡ് ഓഫ് പൊസീഡൻ മാത്രം ഇദ്ദേഹത്തിനോട് ദയ കാണിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ പല ശക്തികളും എടുത്ത് ഇദ്ദേഹത്തിനെ വീട്ടിലെത്താത്ത രീതിയിൽ തടഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങൾ തുടരുന്ന ചെയ്യും. 20 നീണ്ട വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഇത്താക്കയിലെത്തും എന്നുള്ള ഒരു ഹോപ്പിലോടെയാണ് ഈ ഒരു 20 ലാസ്റ്റ് ലൈന്. ഇതിൻ്റെ ഫസ്റ്റ് 20 ലൈൻസാണ് പറയുന്നത്. ആദ്യത്തെ 20ാമത്തെ ലൈന് എൻഡ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നോക്കുമ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ഒഡീസിയസിൻ്റെ ആ ഒരു ട്രോജൻ വാറിനെ കുറിച്ച് പഠിക്കണം, ആരൊക്കെ തമ്മിലായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതുണ്ട്. പിന്നെ ലാസ്റ്റ് 10 വർഷം അദ്ദേഹം എത്രത്തോളം സ്ട്രഗിൾ ചെയ്തു, ഏതൊക്കെ ഇവിടേക്കാണ് പോയത്. ഫസ്റ്റ് സൺ ഗോഡിൻ്റെ ഐലാൻഡിൽ എത്തുന്നുണ്ട്, പിന്നെ കാലിപ്സോൻ്റെ, പിന്നെ അവിടുന്ന് പൊസീഡൻ്റെ, അതിൽ വേറെ കുറേ ഹെൽപ്പ് ചെയ്യുന്ന കുറേ ഗോഡസ് വരുന്നുണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്തെത്തിയപ്പോഴും എന്തൊക്കെയുണ്ടായത്, ഹീലിയസ് ഗോഡിൻ്റെ അടുത്ത് എത്തിയപ്പോൾ എന്ത് ചെയ്തു, ഇവരെന്നെ പനിഷ് ചെയ്യുന്നുണ്ട് തെറ്റ് ചെയ്തപ്പോൾ. അവിടുന്ന് ഒജിജിയിലെത്തിയപ്പോൾ ഇംപ്രസൺ ചെയ്യുന്നുണ്ട്. ഗോഡ് പൊസീഡനിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനെ പോളിഫെമസിൻ്റെ കണ്ണ് ഇതാക്കും അദ്ദേഹം നന്നായിട്ട് ഇവരേനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് അതിൻ്റെ ഇത് പറഞ്ഞിരിക്കണം. പിന്നെ ഈ ഒരു 20 ലൈൻസിൽ
സിമ്പിളായിട്ടാണ് പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല വലിയ ഒരു സംഭവം തന്നെ ഉണ്ട്. അപ്പോൾ അത് നന്നായി നോക്കണം. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇത്രേ പറയുന്നുള്ളൂ. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.